ഹലോ മച്ചാമാരെ, ക്രിക്കറ്റ് മാനിയാക്സ് ബാംഗ്ലൂർ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഹോം ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് നിറയെ പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ടുണ്ടായ മഴയും അതുകൂടാതെ നമ്മളുടെ ക്രിക്കറ്റ് മാനിയാക്സ് ടീം ഒരു 360 ഡിഗ്രി ഗ്രൗണ്ടിലാണ് 2-3 ആഴ്ചയായിട്ട് കളിക്കാൻ പോയത്. അതുകൊണ്ട് നമ്മുടെ ഹോം ഗ്രൗണ്ട് ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പുല്ല് നിറഞ്ഞ സമയത്ത് മെഷീൻ വെച്ചാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ വളർന്ന് അത് മൊത്തം ഗ്രൗണ്ട് മൊത്തം കാട് പോലെ, ബാംഗ്ലൂർ ലോണാണ്, ഒരു അലർജിയൊക്കെ ഉണ്ടാകുന്ന തരം ലോണാണ്. അപ്പോൾ അത് വളർന്ന് ഇരിക്കുകയാണ്. കോൺഗ്രസ് ലോൺ എന്നെല്ലാം പറയും. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരാളെ വെച്ച് ക്ലീൻ ചെയ്തു. അത് പലതവണയായിട്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്തു. നമ്മുടെ മെമ്പേഴ്സ്, അതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിലെ ക്രിക്കറ്റ് മാനിയാക്സ് ഗ്രൂപ്പിലെ മെമ്പേഴ്സും കൂടിയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്ത് കളയുന്നതിന് പകരം പുല്ല് പിഴുതെറിഞ്ഞ് കളയുകയാണ് മൊത്തത്തിൽ. അതാണ് പ്രോസസ്സ്. അല്ലെങ്കിൽ വീണ്ടും അത് വളർന്ന് വരും. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രൗണ്ട് ഫുള്ള് പുല്ലായിരുന്നു. അത് മൊത്തം ക്ലീൻ ചെയ്ത് വളരെ നന്നായിട്ട്, വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്രിക്കറ്റ് മാനിയാക്സിലെ മെമ്പേഴ്സും അതുകൂടാതെ നമ്മുടെ ഒരു ജോലിക്കാരനും കൂടി അത് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത്, വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം ഗ്രൗണ്ട് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഈ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് സൈഡും ലെഗ് സൈഡും ഔട്ടാണ്. കാരണം ഓഫ് സൈഡും ലെഗ് സൈഡും നമുക്ക് കളിക്കാൻ അധികം സ്പേസ് ഇല്ല. സ്ട്രെയിറ്റ് ആണ് പിന്നെ കൂടുതൽ കളിക്കാനുള്ള സ്പേസ് ഉള്ളത്. 4ഉം 6ഉം ഒക്കെ സ്ട്രെയിറ്റ് ആണ്. സിംഗിൾസ് ഡബിൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് മാനിയാക്സിൻ്റെ മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞോണം 50ഓളം മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ബാംഗ്ലൂർ താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു 70% മലയാളികളും തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ഹിന്ദിക്കാരും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഗ്രൂപ്പ്.